ഹലോ ഹായ് അസ്സലാമു അലൈക്കും. വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഞാൻ ഡേ 1 ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഡേ 2 നല്ല ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഡയറ്റ് എന്താണെന്നും അതിൽ എങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാം എന്നുള്ളതായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് വേണ്ടത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള കഴിവാണ്. വെറും 20 ദിവസമല്ലേ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിൽ കൊടുക്കുക. ഞാൻ എന്നും എല്ലാ ഫുഡും കഴിക്കുന്നുണ്ടല്ലോ, വെറും 20 ദിവസത്തേക്ക് ഞാൻ ചോറിനെയും പഞ്ചസാരയും മാത്രം ഒഴിവാക്കിയിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുന്ന മാറ്റം, അതായത് നമുക്ക് വെയിറ്റ് കുറയുന്നത് അതിനോടൊപ്പം കിട്ടുന്ന ആ ഒരു ഹെൽത്തിന് കിട്ടുന്ന ആ ഒരു ബെനിഫിറ്റ്സും ആലോചിച്ചിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റും കുറയും, ഒപ്പം സമ്മാനവും നേടാം. എന്തായാലും തിങ്കൾ മുതൽ ഡേ 1 സ്റ്റാർട്ട് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഡയറ്റ് ഇടും. ഈ 3 ദിവസം കണ്ടിന്യൂ ആയിട്ട് ഇടുന്നത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അതിൻ്റെ ഫുഡുകൾ എന്നുള്ളത്. അതുമാത്രമല്ല ഡേ 1, ഡേ 2, 3 എന്ന് പറഞ്ഞിട്ട് ഇടും. അത് ഫുഡ് എന്താണെന്നും മെനു എങ്ങനെയാണെന്നും എങ്ങനെ കഴിക്കണമെന്നും മോട്ടിവേഷനും കാര്യങ്ങളും ആയിട്ടാണ്. അപ്പോൾ എന്തായാലും ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുക വരുന്ന തിങ്കൾ മുതൽ 25-നാണ് ഡേ 1 ആയിട്ട് കണക്ക് കൂട്ടുക. അന്ന് തൊട്ട് എല്ലാവരും ഡയറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. ഡേ 1, ഡേ 2 എന്ന് പറയുമ്പോൾ ഡേ 1 കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡേ 1ലുള്ള ഫുഡ് കഴിക്കുക. അത് പിറ്റേ ദിവസം അതിൻ്റെ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾക്ക് എത്രയാണോ ഗ്രാമാണ് കുറഞ്ഞാലും അതവിടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അല്ല കുറഞ്ഞിട്ടില്ലെങ്കിലും ആ വെയിറ്റ് അവിടെ കൊടുക്കുക. ഇനി അതിനും കഴിയാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അത് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി രാവിലെ നമ്മൾ ഫസ്റ്റ് തന്നെ ചിയാ സീഡ് കുടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചിയാ സീഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി നോർമൽ വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂണോളം ചിയാ സീഡ് ഇട്ടിട്ട് മൂടി വെക്കുക. രാവിലെ 8 ആകുമ്പോഴേക്കും അത് സോക്ക് ചെയ്ത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അത് ഒരു 8 മണിയാകുമ്പോഴേക്കും ഒരു ലെമണിൻ്റെ പകുതി സ്ക്യൂസ് ചെയ്തിട്ട് അത് ഫസ്റ്റ് തന്നെ നമ്മൾ കുടിക്കുക. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കുടിക്കേണ്ടത് ചിയാ സീഡിൻ്റെ വെള്ളമാണ്. അത് കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് കുടിക്കുക. അതിനുശേഷം 20 മിനിറ്റോ 15 മിനിറ്റിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് എടുക്കണം. നമ്മൾ സാധാ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിൽ നിന്ന് അത് അരിഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അതങ്ങ് സ്കിപ്പ് ചെയ്യുക. അതിന് പകരം ഗോതമ്പ് ദോശ, ഗോതമ്പ് ചപ്പാത്തി, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവ്, ഇതൊക്കെ ഓപ്ഷണലാണ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് പറ്റുന്ന പോലെ എടുക്കുക. ദോശ എടുക്കാം, അല്ലെങ്കിൽ 2 ഗോതമ്പ് ദോശ, 2 ചപ്പാത്തി, അല്ലെങ്കിൽ ഒരു ബോൾ ഉപ്പുമാവ്, അല്ലെങ്കിൽ ഓട്സ് നമ്മൾ കുറുക്കിയെടുത്തത്, അതിൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ രണ്ടാമത് ഇങ്ങനെ പറയാൻ തന്നെ കാരണം, ഒരുപാട് പേർക്ക് ഇതിന് ആഗ്രഹമുണ്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ. അതിന് 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം എന്നുള്ള മാറ്റിവെച്ച ആളുകൾ കുറേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. അതും ഡേ 1 തൊട്ട് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഈ 3 ദിവസം ട്രയലായിട്ട് എങ്ങനെ ഫുഡ് വരും. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത് ഗോതമ്പ് ബ്രെഡും കൂടി എടുക്കാം. ഗോതമ്പ് ബ്രെഡ് അതിലേക്ക് ബുൾസൈ ആക്കിയിട്ട് ഒരു മുട്ടയും പിന്നെ ബ്ലാക്ക് കോഫി, അല്ല എന്നുണ്ടെങ്കിൽ ഗ്രീൻ ടീ. അപ്പോൾ ഞാൻ ഓപ്ഷണൽ പറഞ്ഞു തരികയാണ്. ഇതുപോലെ ഞാൻ ഡെയിലി ഇടുമ്പോൾ ഇതിൽ ഏതെങ്കിലും ആയിട്ടാണ് മെനു വരിക. അപ്പോൾ നിങ്ങൾക്ക് അതല്ല, ഞാൻ ഇന്നിട്ട മെനുവിൽ ഉള്ള സാധനം നിങ്ങളുടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തലേ ദിവസം ഇട്ട ബ്രേക്ക്ഫാസ്റ്റോ അങ്ങനെയൊക്കെ സ്കിപ്പ് ചെയ്യും. ലഞ്ചിന് തലേ ദിവസം ഇട്ടതോ മാറിയോ തിരിച്ചു മറിച്ചിട്ടോ എങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് കഴിക്കുക. എന്തായാലും പഞ്ചസാരയും ചോറും വേണ്ട, അത്ര തന്നെ. അതുപോലെ തന്നെ പൊട്ടറ്റോ, നമ്മുടെ പൂളയില്ലേ കപ്പ, അങ്ങനത്തെ റൂട്ടായിട്ടുള്ള കാര്യങ്ങളും ഒഴിവാക്കാം. പിന്നെ എന്തായാലും നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അതായത് 75 കിലോ വരെയുള്ളവർ 3 ലിറ്റർ വെള്ളം, 75ൻ്റെ എബോവ് ഉള്ളവരാണെങ്കിൽ അത് 4 ലിറ്റർ വെള്ളമാക്കി തീർക്കണം. അങ്ങനെ രാവിലെ മുതൽ രാത്രി കിടക്കുന്നവരെ ആകുമ്പോഴേക്കും ഈ 3 ലിറ്റർ വെള്ളം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലൊക്കെ എടുത്തിട്ട് കറക്റ്റാക്കിയിട്ട് അളവ്
ഇപ്പോൾ ഇത് 1 ലിറ്ററിൻ്റെ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത് 3 തവണ ആയിട്ട് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും തീരും. അതും സിപ്പായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. ഒരു വട്ടം തന്നെ ഒരുപാട് കുടിച്ചിട്ട് ഛർദ്ദിക്കാനൊക്കെ വരും. അതിനുള്ള അവസ്ഥ വരുത്താതിരിക്കുക. അപ്പോൾ മാക്സിമം വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചാൽ മാത്രമേ വെയിറ്റ് കുറയത്തുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും വെയിറ്റ് കുറയത്തില്ല. പിന്നെ വേണ്ടത് ഗ്രീൻ ടീ. അത് ഫീഡിങ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കോഫി ഒഴിവാക്കുക. പിന്നെ അതുപോലെ തന്നെ ജീരകവെള്ളം, ഈ വെള്ളത്തിന് പകരം ജീരകവെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അത് നല്ല ബെനിഫിറ്റ് കിട്ടും. സാധാ നോർമൽ വാട്ടറിലേറെ കുറച്ചും കൂടി വെയിറ്റ് ലോസിന് കിട്ടാൻ വേണ്ടി നല്ലതാണ്. അതൊക്കെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇനി ലഞ്ച് ഓപ്ഷൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പേരി അല്ല ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി ഓട്സ് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലഞ്ചിന് ഡിന്നറോ എടുത്ത് ലഞ്ചിലേക്ക് മാറ്റാം. അങ്ങനെ അത് എന്താണോ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി കഴിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതൊന്നും ഇതന്നെയാണ് പറഞ്ഞതുകൊണ്ട് തന്നെ അതന്നെ കഴിക്കണം എന്നില്ല. അതാണ് മെയിൻ. ഇത്രയും ക്വാണ്ടിറ്റി അളവിൽ കഴിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട് ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിളോ ഓറഞ്ചോ ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല. റോബസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് കഴിക്കുക. അതേപോലെ അതല്ല എന്നുണ്ടെങ്കിൽ നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 ആൽമണ്ട്സ് കഴിക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചിട്ടൊക്കെ ഒന്ന് കഴിച്ചിട്ട് എന്താണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 5 കിലോൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഇതുപോലെ ഡയറ്റ് ചെയ്ത് 1 മണിക്കൂർ നടക്കുകയും ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടോ ഇന്നത്തെ കാലത്തില്ല. യൂട്യൂബ് നോക്കിയാൽ ഒരുപാട് സൂംബ, അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ റൂമിൽ മാത്രമായിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് വീടിനുള്ളിൽ തന്നെ ഒരുപാട് റൗണ്ട് നടന്നാൽ തന്നെ മതി. 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂർ ഡിവൈഡ് ചെയ്തിട്ട് വീട്ടിൽ നന്നായിട്ട് നടന്നാൽ തന്നെ നമുക്ക് അതും എക്സസൈസാണ്. അപ്പോൾ മാക്സിമം കഴിയുന്നവരൊക്കെ എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് പെയിനും കാര്യങ്ങളുള്ളവരാണെങ്കിൽ സാധാ നടന്നിട്ട് നന്നായിട്ട് വിയർക്കാൻ ശ്രമിക്കുക. അങ്ങനെ വിയർത്ത് അതുപോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിനായിട്ടും മോഷനായിട്ടൊക്കെ നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ചിയാ സീഡൊക്കെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് മാറിക്കിട്ടും. അതേപോലെ തന്നെ ഒരു ഡെയിലി നന്നായിട്ട് തന്നെ യൂറിനൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അങ്ങനെയാണ് നമുക്ക് ഇല്ലാണ്ടാവുക. വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ സ്കിപ്പ് ചെയ്യാം. അതായത് ലോ ബഡ്ജറ്റിൽ എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അതൊക്കെ കഴിക്കാം. അതുകൊണ്ട് തന്നെ റോബസ്റ്റ് ഒക്കെ ഒന്നും വലിയ ഹെവി ആയിട്ടുള്ളതല്ല. അതുകൊണ്ട് മാക്സിമം കഴിയുന്ന പോലെ വെള്ളവും കുടിച്ച് ഫുഡും കഴിച്ചിട്ട് ഹെൽത്തി ആയിട്ട് ഡയറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് 7 മണി വരെ, 6:30 പറയുന്നത്. 6-6:30 സമയത്തിൻ്റെ ഉള്ളിൽ ഡിന്നർ തീർന്നിരിക്കണം. അതായത് അതിന് ശേഷം നമ്മൾ ഫുഡ് ഐറ്റംസ് ഒന്നും കഴിക്കരുത്. അത്ര ബുദ്ധിമുട്ട് തോന്നുകയാണ്, തലവേദന തോന്നുകയാണ്, ബുദ്ധിമുട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ ഒക്കെ കഴിച്ചിട്ട് മെല്ലെ ഒന്ന് ആദ്യത്തെ ദിവസങ്ങളിൽ ആ ഒരു ബുദ്ധിമുട്ടിനെ ഒന്ന് മറികടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ഓട്സ് ഒക്കെ ഒന്ന് കുറുക്കി കഴിക്കുക. അത്ര തന്നെ. പിന്നെ ഫാറ്റുള്ള പാലൊന്നും ഉപയോഗിക്കരുത്. അത്ര കട്ടൻ കാപ്പി കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ഇല്ലാത്ത പാൽ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ കാപ്പി കുടിക്കാം, മധുരം ഇടാതെ, വിത്തൗട്ട് ഷുഗർ. പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് കുടിക്കാനാണ് താല്പര്യം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഇടാതെ ആ ഒരു ഫ്രൂട്ട് മാത്രം ജ്യൂസാക്കി കുടിക്കുക. അങ്ങനത്തെ ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക, 7 മണി ആവുന്നതോടു കൂടി നിങ്ങളുടെ ഡിന്നർ തീർന്നിരിക്കണം. പിന്നെ കഴിക്കരുത്. പിന്നെ രാത്രി വർക്കൗട്ട് ചെയ്യുന്നതാണെങ്കിൽ വർക്കൗട്ട് ചെയ്യുക. ഇങ്ങനെ ചെയ്താലും ഏത് സമയം ചെയ്താലും കുഴപ്പമില്ല. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും വർക്കൗട്ട് നിർബന്ധമായിട്ട് ചെയ്യണം. പിന്നെ പറയാനുള്ളത് ഡേ 1 തൊട്ട് ഡേ 3. അപ്പോൾ ഇന്നലെ ഞാൻ ഡേ 1 ഇട്ടു, ഡേ 2 ഇട്ടു, ഡേ 3 ഇടും. അത് നമ്മൾ സാമ്പിൾ മാത്രമാണ്. ഇനി തിങ്കൾ മുതൽ ഡെയിലി ചലഞ്ച് ഡേ 1 എന്ന് പറഞ്ഞ് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യും. ഇത് എന്തിനാന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ്. ഈ ആപ്പ് ഡെയിലി എന്തായാലും തിങ്കളാഴ്ചത്തെ വീഡിയോയിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ബോക്സിൽ പേരും വെയിറ്റും വെച്ചിരിക്കണം. പിന്നെ ഡെയിലി മെഷീനിൽ വെയിറ്റ് മെഷീൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി വെയിറ്റ് നോക്കുക. അല്ലാത്തവരാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ മാത്രമാണ്. ഒരുപാട് നിയമങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ നിയമങ്ങളും പാലിച്ചവർക്ക് മാത്രമേ നമ്മൾ സമ്മാനം കൊടുക്കത്തുള്ളൂ കേട്ടോ. പിന്നെ എന്തായാലും വെയിറ്റ് ഫോട്ടോ എടുത്ത് വെക്കുക.
അതേപോലെ തന്നെ വെയിറ്റ് കമൻറ്റ് ചെയ്യാൻ മറക്കും ചെയ്യരുത്. അതുപോലെ തന്നെ തിങ്കളാഴ്ച നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം. അതിൻ്റെ ഇടയിൽ ഒരു 15 ദിവസമാകുമ്പോൾ വീണ്ടും ഫോട്ടോ എടുക്കുക, നിങ്ങളെ ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേക്കും നിങ്ങൾ ഫോട്ടോ എടുത്ത് വെക്കണം. അപ്പം നിങ്ങൾക്ക് നിങ്ങളെ ചേഞ്ച് മനസ്സിലാവും. ഡെയിലി എടുക്കുന്നവർക്ക് ഡെയിലി എടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. ഈ 3 ഫോട്ടോയും നിർബന്ധമായിട്ട് വേണം. ഫസ്റ്റ് തുടങ്ങുമ്പോഴും പിന്നെ മിഡിൽ പോർഷനിലുള്ള ഫോട്ടോയും പിന്നെ ലാസ്റ്റത്തെ ഡേയിലുള്ള ഫോട്ടോയും. അപ്പോഴേക്കും നിങ്ങൾക്ക് വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. അപ്പം നമുക്ക് എല്ലാവർക്കും റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പം നിങ്ങൾ ഡയറ്റിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വെയിറ്റ് ലോസിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ഡയറ്റ് ഫോളോ ചെയ്ത് കറക്റ്റ്ലി മെഷർമെൻറ്റിൽ ഫുഡും കഴിച്ച്. അപ്പോൾ ഇന്നത്തെ ഡേ 2 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് സാമ്പിളായിട്ട് ഞാൻ മീൽസ് ഇതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ഡയറ്റൊക്കെ ഒന്ന് റെഡിയാക്കി വീണ്ടും ഡയറ്റിന് റെഡിയാവുക. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം. അപ്പോൾ ഡേ 2 മെനു കണ്ടിട്ട് വരാം. ആദ്യം തന്നെ ഡീറ്റോക്സ് ഫാക്ടർ ആയിട്ടുണ്ടെങ്കിൽ ചിയാ സീഡോ അല്ലെങ്കിൽ ഇളം ചുറ്റുവെള്ളത്തിലുള്ള ലെമൺസ് യൂസ് ചെയ്തിട്ട് കുടിക്കാം. അതിനുശേഷം ഒരു ബ്ലാക്ക് കോഫി എടുക്കുക. അല്ല ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഗ്രീൻ ടീ. അതിലേക്ക് 2 ഗോതമ്പ് ദോശയും ചെറുപയർക്കറിയും. പിന്നെ മിഡ് മോർണിംഗ് സ്നാക്ക് ആക്കിയിട്ട് ഇതൊരു ആപ്പിൾ കഴിക്കാം. ഓപ്ഷണൽ വേറെ എന്തും എടുക്കാം കേട്ടോ, റോബസ്റ്റോ ഓറഞ്ചോ ഒക്കെ. അതിനുശേഷം ലഞ്ചിന് നമുക്ക് 1 കപ്പ് ഓട്സ് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക, ഒരു ബോയിൽഡ് എഗ്ഗും. പിന്നെ അതിനുശേഷം ഒരു ഗ്രീൻ ടീ. ലഞ്ചിന് ശേഷം ഒരു ഗ്രീൻ ടീ കേട്ടോ. അതിനുശേഷം ഡിന്നറായിട്ട് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് പോപ്കോണോ എന്തെങ്കിലും എടുക്കാം. അതിനുശേഷം ഡിന്നറായിട്ട് ചിക്കന് ശാലോ ഫ്രൈ ചെയ്യുക, എണ്ണയില്ലാതെ ഗ്രിൽ ചിക്കനോ ഒക്കെ. ഒപ്പം തന്നെ സാലഡും കഴിക്കുക. പിന്നെ ജീരക വെള്ളം തന്നെ കുടിക്കാൻ ശ്രമിക്കുക. അതിനുശേഷം 1 മണിക്കൂറോളം വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നടക്കുക. അത് എക്സസൈസ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് ഡേ 2.